Dear students, this is a continuation from the last video, that is T1 carrier system. So T1 carrier system used in the digital telephony multiplexes 24 voice channels based on 8-bit PCM, and each voice signal is put through a low pass filter with a cutoff frequency of 3.4 kHz. Low pass filter output is sampled at 8 kHz, that is 8000 samples per second. Then the single bit is added at the end of the frame for the purpose of synchronization. So ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. T1 carrier സിസ്റ്റത്തിൽ 24 ചാനൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് 8-bit PCM ബേസ്ഡ് ചെയ്തിട്ടാണുള്ളത്. കാരണം വോയിസ് സിഗ്നൽ നമുക്ക് ഡിജിറ്റൈസ് ചെയ്യണം, അതിന് വേണ്ടി PCM യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8-bit PCM ആണ് യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് 8-bit ക്വാണ്ടൈസറാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര ലെവൽസ് കാണിക്കാൻ പറ്റും? 2⁸, 256 ലെവൽസ് അതിൽ കാണിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് ലെവൽസ് ഓരോ സാമ്പിൾസ് എടുക്കുമ്പോൾ അത് നമുക്ക് 250 ലെവൽസ് കറസ്പോണ്ടിങ് ആയിട്ട് 250 ലെവൽസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിയറസ്റ്റ് ലെവലിലേക്ക് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈച്ച് വോയിസ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ലോ പാസ് ഫിൽറ്ററിലൂടെ തന്നെ കടത്തിവിടും. അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി 3.4 kHz ആണ്. അതിനുശേഷം അതിനെന്ത് ചെയ്യും? സാമ്പിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ലോ പാസ് ഫിൽറ്റേർഡ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ ചെയ്യും. ആ സാമ്പിൾ ചെയ്യുന്ന റേറ്റാണ് 8 kHz എന്ന് പറയുന്നത്. അതായത് സെക്കൻഡിൽ 8000 സാമ്പിൾസാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്ന ചാനൽ 24 വോയിസ് ചാനലിൻ്റെ കൂടാതെ അതിന് ഓരോ ഇതിനും 8 ബിറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഈ 24 ബിറ്റ് എന്ന് പറയുന്ന ഒരു ശേഷം 24 ചാനലിന് ശേഷം നമ്മൾ ഒരു ബിറ്റ് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? സിങ്ക്രണൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കതിന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ സപ്പോസ് ഇവിടെ ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട് 1 2 3 4 അങ്ങനെ 24 ചാനൽസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചാനലിനെ കാണിക്കാൻ വേണ്ടി 8 ബിറ്റ്, രണ്ടാമത്തെ ചാനലിൽ 8 ബിറ്റ്, മൂന്നാമത്തെ ചാനലിൽ 8 ബിറ്റ്. അപ്പോൾ ഇത് ചാനലിലുള്ള ഓരോ സിഗ്നലിനെ കാണിക്കാൻ 8 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 24 വരെ അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം അഡീഷണൽ ആയിട്ട് ഒരു 1 ബിറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? സിങ്ക്രണൈസേഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാനലിലുള്ള സിഗ്നലിനെ ലോ പാസ് ഫിൽറ്റർ ചെയ്യും. ആ ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് 3.4 kHz. നെക്സ്റ്റ് ഇറ്റ് വിൽ ബി ക്വാണ്ടൈസ്ഡ്. എന്ത് ടൈപ്പ് ക്വാണ്ടൈസേഷൻ? PCMലുള്ള ക്വാണ്ടൈസേഷനാണ്. അപ്പോൾ 8 ബിറ്റ് ക്വാണ്ടൈസറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാണ്ടൈസേഷൻ്റെ ബിറ്റ് നമ്പറാണ് m = 8 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. T1 carrier uses TDM PCM and bandwidth of the voice signal is usually 300 Hz to 3.4 kHz, and 24 channels are there. These 24 signals can be sent for voice signal, and sampling rate is here is equal to fs equal to 2 into bandwidth. So voice signalൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 300 Hz മുതൽ 3.4 kHz വരെയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 into bandwidth ആയിരിക്കും. അപ്പോൾ ഇവിടെ 3.4 kHz വരെ ഇല്ല. അപ്പോൾ 2 into 3.4 kHz ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ 6.8 kHz. പക്ഷേ നമ്മൾ 6.8 ഇല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള സാമ്പിളിംഗ് റേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി fs equal to 8 kHz. അത് ഇതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് സാമ്പിൾസ് നമ്മൾ എടുക്കും ഒരു വോയിസ് സിഗ്നൽ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 kHz, അതായത് 8000 സാമ്പിൾസ് പെർ സെക്കൻഡാണ് നമ്മൾ എടുക്കുന്നത് വോയിസ് സിഗ്നലിന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നേരിട്ടിട്ട് തന്നെ 8000 സാമ്പിൾസ് പെർ സെക്കൻഡ് എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്പർ ഓഫ് സാമ്പിൾസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കറക്റ്റായിട്ട് സിഗ്നൽ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്പർ ഓഫ് സാമ്പിൾസ് കുറഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, 8-bit quantizer is using here. So the number of levels in quantizer is equal to 2⁸. That is equal to 2⁻m. That is equal to 256 levels. അപ്പോൾ PCM ലോ പാസ് ഫിൽറ്റേർഡ് സിഗ്നലിന് ശേഷം നമ്മൾ PCM യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ PCMൽ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് PCMൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ സാമ്പിൾസ് എടുക്കുമ്പോൾ അതിന് എല്ലാ സാമ്പിൾസിനും ഡിഫറെൻറ്റ് ലെവൽസ് ആയിരിക്കില്ല. അപ്പോൾ നിയറസ്റ്റ് ലെവലിലെ അപ്രോക്സിമേറ്റ്. അപ്പോൾ ആ ലെവൽ എത്ര ലെവൽസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? 8 ബിറ്റ് ക്വാണ്ടൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് 256 ലെവൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിയറസ്റ്റ് ലെവലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ സാമ്പിളിൻ്റെ വാല്യൂ അതിൻ്റെ നിയറസ്റ്റ് ലെവലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ലെവൽസ് എത്ര ഉണ്ടായിരിക്കും? 256 ലെവൽസ് ഉണ്ടായിരിക്കും.
അപ്പോൾ നെക്സ്റ്റ് ബിറ്റ്സ് പെർ സാമ്പിൾ ഈസ് ഈക്വൽ ടു 8. ഒരു സാമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്സ് പെർ സാമ്പിൾ ഈക്വൽ ടു 8. അത് നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 8 ബിറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ് റേറ്റ് ഈക്വൽ ടു ആർ ബി ഈക്വൽ ടു എം ഇൻറ്റു എഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ ഇൻറ്റു സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ബിറ്റ് റേറ്റ്. So that is equal to 8 into 8000, that is equal to 64 kilobits per second. That is for a single channel. For a single channel, 64 kilobits per second is the bit rate. It is denoted by RB. അപ്പോൾ നമ്മളെന്താണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സും വെച്ചിട്ട് ഒരു ചാനലിൽ ഒരു വോയിസ് സിഗ്നൽ ആണെങ്കിൽ അടുത്ത ചാനൽ അടുത്ത ടൈമിൽ വേറൊരു സിഗ്നലാണ് അയക്കുന്നത്. അപ്പോൾ വൺ സിഗ്നലിൻ്റെ ബിറ്റ് റേറ്റ് എന്ന് 64 കിലോബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഒരു വൺ ചാനലിൻ്റെ ബിറ്റ് റേറ്റ് എന്ന് 64 കിലോബിറ്റ്സ് പെർ സെക്കൻഡാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്കത് ഒരു സിഗ്നലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ അതിന് ആ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് റേറ്റ് എത്രയാണ്? 64 കിലോബിറ്റ്സ് പെർ സെക്കൻഡ്. ഫ്രെയിം പീരീഡ് TF ഈക്വൽ ടു 1/fs, ദാറ്റ് ഈസ് സാമ്പിളിംഗ് ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സാണ് എന്ത് ഫ്രെയിം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രെയിം പീരീഡ് TF ഈക്വൽ ടു 1/fs, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/fs ഈസ് 8 kHz. So 1/8 kHz, that is equal to 125 microsecond. Next we can calculate bits in one frame. Bits in one frame is equal to ഒരു ഫ്രെയിമിലുള്ള ബിറ്റ്സ് എത്രയാണ്? ഒരു ഫ്രെയിം എന്ന് പറയുന്നത് 24 ചാനൽസ് ആണ് അല്ലേ? അപ്പോൾ ഒരു ചാനലിൽ 8 ബിറ്റ് ഉണ്ട്. അപ്പോൾ 24 ചാനലിൽ എത്ര ബിറ്റ് ഉണ്ടാവും? 24 × 8 ബിറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഒരു ഫ്രെയിം ആയോ? ഇല്ല, കൂടെ എന്തും കൂടി വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, സിങ്ക്രണൈസേഷൻ ബിറ്റും കൂടി വരും. അപ്പോൾ ഒരു ചാനലിൽ 8 ബിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്ര ചാനൽസ് ഉണ്ട്? 24 ചാനൽസ് ഉണ്ട്. അപ്പോൾ 24 ചാനൽസിലും കൂടിയിട്ട് 24 × 8 ബിറ്റ്സ് ഉണ്ടായിരിക്കും, പ്ലസ് 1 സിങ്ക്രണൈസേഷൻ ബിറ്റ്. സോ bits in one frame equal to 24 × 8 plus 1, that is equal to 193 bits. Bit duration TB is equal to frame duration by number of bits per frame. Frame duration is 125 microsecond and number of bits in one frame is equal to 193. So that will be equal to 0.648 microsecond. So that is bit duration or TB. Transmission rate RB can be calculated by equation RB equal to 1/TB. That is equal to what is TB? TB is equal to 0.648. So that equal to 1/0.648 microsecond. That is equal to 1.544 megabits per second. And next bandwidth, we know that RB. What is RB? We can calculate RB is equal to 64 kilobits per second. That can be obtained from the equation 2 into bandwidth. So bandwidth is equal to RB/2. And next bandwidth, what is RB? RB, we know that what is the value of RB? 1.544 megabits per second. That is divided by 2. That is equal to 0.772 megabits per second. Okay. So this is the Nyquist bandwidth. So 772 kilohertz is the bandwidth, Nyquist bandwidth. So for calculating the Nyquist bandwidth, we are using the equation RB equal to 2 into bandwidth. And RB is ആക്ച്വലി നമ്മൾ ഇതിപ്പോൾ 64 കിലോബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് നമ്മൾ RB എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന ബിറ്റ് റേറ്റ്. പക്ഷേ നമുക്കെന്താണ് Nyquist ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എൻ്റയർ ഫ്രെയിമിലുള്ളതാണ് വേണ്ടത്. അപ്പോൾ എൻ്റയർ ഫ്രെയിമിലുള്ള എത്രയായിരിക്കും ഇവിടെ വരിക? വൺ സിഗ്നലിൽ അല്ലെങ്കിൽ വൺ ചാനലിനാണ് 64 കിലോബിറ്റ്സ് പെർ സെക്കൻഡ് RB വരുന്നത്. പക്ഷേ കംപ്ലീറ്റിന് എത്ര വരും? 64 കിലോബിറ്റ്സ് പെർ സെക്കൻഡ് ഇൻറ്റു 24 വരും അല്ലേ? 24 × 64 കിലോബിറ്റ്സ് പെർ സെക്കൻഡ് വരും. അതാണ് എത്ര കിട്ടുന്നത്? 1.544 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നത്. അപ്പോൾ ആ RB ആണ് എടുക്കുക. അപ്പോൾ Nyquist ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് T1 കാരിയറിനുള്ള ബാൻഡ്വിഡ്ത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ 24 ചാനൽസ് ഉള്ളതുകൊണ്ടാണ് RBക്ക് പകരം നമ്മൾ എന്തെടുക്കുന്നത്? 64 kilobits per second into 24, that is equal to 1.544 megabits per second by 2. അപ്പോൾ ഇവിടെ മാത്രം നോട്ട് ചെയ്യുക, RB നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂയിൽ എഴുതുന്നത് അത് ഒരു സിഗ്നലിനാണ്, ഇത് ഒരു ചാനലിനാണ്, ഇതെന്ന് വെച്ചാൽ 24 ചാനൽസിനും കൂടിയുള്ളതാണ്. അപ്പോൾ 772 kilohertz per second. So this is the calculation that is used for T1 carrier. Okay, that's all about this T1 carrier topic. Thank you.